നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ആകെ 10 സബ്ജക്റ്റ്. നേരെ മറിച്ച് PG-ക്കാർക്ക് ആകെ 5 സബ്ജക്റ്റ് പഠിക്കാനുള്ളെങ്കിൽ എത്രയോ പുസ്തകങ്ങൾ വായിക്കാണ്ടാവും. അതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ നിങ്ങളൊരു PhD ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് എൻ്റെ സാറ് തന്നത് 365 പുസ്തകങ്ങളുടെ ലിസ്റ്റാണ്. 365 പുസ്തകങ്ങളുടെ ലിസ്റ്റ് തന്നിട്ട് ഇത് മുഴുവൻ വായിക്കാതെ സിനാപ്സിസ് എഴുതരുതെന്നും പറഞ്ഞ് 365 പുസ്തകം വായിക്കാനുള്ള ആകെയുള്ള സമയം 3 വർഷമാണ്. എന്ന് വെച്ചാൽ ഏകദേശം 120 പുസ്തകം ഒരു വർഷത്തിൽ നമ്മൾ വായിച്ചു തീർക്കണം. എത്ര പണിയായിരിക്കും അത് ഇത്ര കട്ടിയുള്ള പുസ്തകങ്ങൾ. അത് വേഗം വായിച്ചു പോകാൻ അവർ തരുന്നൊരു മെത്തേഡ് ഉണ്ട്. നമ്മൾ റിസർച്ച് ചെയ്തിരുന്ന സമയത്ത് അതെന്താണ്, ഓരോ പേജും മറിക്കുമ്പോൾ പോയിന്റ്സ് മാത്രം ഏറ്റെടുത്തോ, എന്നിട്ട് തെറാപ്പിയിലൂടെ തലക്കകത്തേക്ക് കയറ്റിയേക്ക് എന്നാണ്. അങ്ങനെയാണ് റിസർച്ച് ചെയ്യുന്ന ഓരോ ആളുകളും തങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ചു തീർത്ത ആ വിവരത്തെ തങ്ങളുടെ തലയിൽ കൊണ്ട് നടക്കുന്നത്. അല്ലാതെ മാസ്മരികമായി വേറെ ഒന്നുമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ആകെ 10 പുസ്തകങ്ങൾ, അത് മിത്തീരെ പോകുന്ന 10 പുസ്തകങ്ങളെ പഠിക്കാനുള്ളൂ. അത് ചെറുതാണ്. പ്ലസ് ടുക്കാർക്കാകട്ടെ 6 പുസ്തകങ്ങൾ, അതേപോലെ ഡിഗ്രിക്കാർക്കാകട്ടെ ഏറിപ്പോയാൽ 5-6 പുസ്തകങ്ങൾ. ആകെ ഇത്രയേ പഠിക്കാനുള്ളൂ. ഈ പുസ്തകങ്ങൾ അത് കറക്റ്റായി തലയിൽ കേട്ടി ശ്വാസങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നടന്ന് പഠിക്കുന്ന, ക്ലാസ് എടുത്ത് പഠിക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നാൽ പഠിത്തം ഒരു ഹരമായി നിങ്ങൾക്ക് തോന്നും, അതീവ രസകരമായി നിങ്ങൾക്ക് തോന്നും. കുത്തിയിരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഉറക്കം വരാം, ചിലപ്പോൾ തളർച്ച വരാം. അതിനിടയ്ക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, വെള്ളം കുടിക്കാൻ വേണം. കാരണം നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ എനർജി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടി എന്ന് പറഞ്ഞാൽ നടക്കണം. ഞാനിവിടെ കുടിക്കാത്തത് നോക്കണ്ട, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒന്നിച്ച് കുടിച്ചോളാം. കാരണം അതിന് നിന്നാൽ പിന്നെ നിങ്ങളുടെ ടൈം പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോലും വെള്ളം കുടിക്കാത്തത്. ഞാൻ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചാൽ നമുക്കൊരു നല്ലൊരു സുഖം ഉണ്ടാകും. അതോടൊപ്പം തന്നെ പിന്നെ എന്തായാലും ഉറങ്ങാനും പറ്റൂല. കാരണം ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകേണ്ടി വരും. കാരണം അപ്പം എന്തായാലും ഒന്ന് പുറത്തു പോയിട്ട് വരണമല്ലോ. അതുകൊണ്ട് നല്ല ശക്തമായി ഇടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക, നടന്ന് പഠിച്ചുകൊണ്ടേയിരിക്കുക. ആ നടക്കുന്ന കാര്യങ്ങളുടെ പോയിന്റ്സ് തലയിലേക്ക് കയറ്റുക. പോയിന്റ്സ് മാത്രമേ 10ാം ക്ലാസ് ഒന്നും നോക്കണ്ട. ഇംഗ്ലീഷ് മാത്രങ്ങളൊന്ന് ശ്രദ്ധിച്ച് വരികൾ ശ്രദ്ധിക്കണം. ബാക്കിയുള്ളതൊക്കെ പോയിന്റ്സും സ്റ്റെപ്സേ ശ്രദ്ധിക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ഭാഷയുടെ അതീവ കോർവകളൊന്നും നോക്കുന്നില്ല. കാരണം പേപ്പർ നോക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, അവരിങ്ങനെ ഇരുന്നിട്ട് നോക്കുന്നത് നിങ്ങളുടെ ആ വലിയ പേജിൽ എല്ലാ പോയിന്റ്സ് ഉണ്ടോ എന്നുള്ളതാണ്. അല്ലാതെ ഇങ്ങനെ പണ്ടൊക്കെ കത്തെഴുതാറുണ്ടല്ലോ, ഭാര്യ ഭർത്താവിന് എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഭർത്താവ് കണ്ട് വായിച്ചറിയുക എന്നൊക്കെ പറഞ്ഞിട്ട്. അതേമാതിരി ഓരോ വരിയും വായിച്ചു നോക്കും അധ്യാപകർ. നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം ആ സാധുവിന് കൊടുത്തത് 5000 പേപ്പറാണ്. അതും വെക്കേഷനിൽ ഇതൊക്കെ നോക്കി തീരുമാനം. ആകെ ചടച്ചിട്ടായിരുന്നു നോക്കണത്. പണ്ടാറടക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിതൊക്കെ അറിയുന്നതല്ലേ. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അവരെ കുറ്റപ്പെടുത്തല്ല കേട്ടോ. കാരണം ആകെ കിട്ടുന്ന വെക്കേഷനിൽ 5000-10000 പേപ്പർ നോക്കാൻ കൊടുത്തിരിക്കുക അധ്യാപകർക്ക്. അതുകൊണ്ട് അതിങ്ങനെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ 1000 പേപ്പറെങ്കിലും അത് നോക്കുമ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് അവർ വായിക്കൂല. ഞാനൊരു ട്രിക്ക് പറയുകയാണ് നിങ്ങളോട്, അത് അവർക്കും അറിയാം. നാളെ അവരും ഈ ക്ലാസ് കേൾക്കുമായിരിക്കും. അതുകൊണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് എഴുതി വെച്ചിട്ട് പിന്നെ ചക്കാന്ന് എഴുതിയിട്ട് ഇവിടെ കഞ്ഞീന്ന് എഴുതേണ്ടത് അതിൻ്റെ അടുക്ക് അതല്ലല്ലോ. പ്രധാനപ്പെട്ട പോയിന്റിനോട് കണക്ട് ചെയ്തിട്ട് തന്നെ ആ സാധനം നമുക്ക് അറിയാൻ വേണം, അത് കുറിച്ച് വെക്കുകയും വേണം, തെറ്റാതെ എഴുതിപ്പോണം. അപ്പൊ എക്സാം പോലെ ഒരു രസമായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് ടൈം കിട്ടിയില്ല നിങ്ങൾ പറയുള്ളൂ. അല്ലാതെ ടൈമും കിട്ടിയിട്ട് വെറുതെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഇങ്ങനെ മറിച്ചിരിക്കണ പരിപാടി നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ കരിയറിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെതിനെ കുറിച്ചുള്ള ക്ലാസ് അല്ലാത്തതുകൊണ്ട് കോൺസെൻട്രേഷൻ നടത്തുന്നില്ല. കരിയറിൽ നിങ്ങൾ എങ്ങട്ടാ പോകേണ്ടത് എന്ന കൃത്യമായ ഒരു അജണ്ട നിങ്ങൾക്കുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിന് മുമ്പേ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ മെഡിസിൻ ലക്ഷ്യം വെച്ചാൽ നിങ്ങളുടെ വെയിറ്റേജ് കൂട്ടുമ്പോൾ 10ാം ക്ലാസ്സിൽ A+ ഇല്ലെങ്കിൽ പലയിടത്തുനിന്ന് നിങ്ങളെ തള്ളേണ്ടി വരും. പ്ലസ് ടുവിന് A+ ഇല്ലെങ്കിൽ പലയിടത്തുനിന്ന് നിങ്ങളെ തള്ളും. വെറും ഒരു എൻട്രൻസ് വെച്ചുകൊണ്ട് മാത്രം പോകാമെന്ന് വിചാരിക്കേണ്ട. കാരണം വെയിറ്റേജിലൂടെ ഇപ്പോൾ പോകുന്നത് കൊണ്ട്. അതുകൊണ്ട് ഓരോ ഘട്ടത്തിലും നിങ്ങൾ മാർക്ക് വാങ്ങിയേ പറ്റൂ. അതേപോലെ തന്നെ ചില ടെസ്റ്റുകളിലേക്ക് പോകേണ്ട കുട്ടികളും 10ാം ക്ലാസ്സിൽ നിന്ന് നല്ല മാർക്ക് വാങ്ങിയേ പറ്റൂ. ആ ഒരു തലത്തിൽ നിങ്ങൾ എക്സാമിനെ കാണണം. ഇനി ആ ശബ്ദം ചുരുക്കിയിട്ട് ചില കാര്യങ്ങൾ പറയാൻ വളരെ ക്രിയാത്മകമായിട്ടാകണം എന്നുള്ളത്. പ്രയാസമില്ലെങ്കിൽ ഒന്നും കൂടി എഴുന്നേറ്റോ. ഇതൊരു പ്രയാസമായില്ലേ ഇടയ്ക്ക് എഴുന്നേൽക്കൽ. ഞാൻ എന്തിനാ ഈ 20 മിനിറ്റ് 30 മിനിറ്റ് കൂടുമ്പോൾ എഴുന്നേൽപ്പിക്കണമെന്നറിയോ? അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രഷ് മൈൻഡ് വരും. അതുകൊണ്ടാണ്. മറ്റതിങ്ങനെ ഒന്നിൻ്റെ തുടർച്ചാകുമ്പോൾ ആ കനത്തിൽ കേൾക്കൂല. കൈയൊന്നും ഇങ്ങനെ പിടിച്ചാട്ടെ, ഇങ്ങനെ പിടിച്ചോ, പെണ്ണുങ്ങളും പിടിച്ചോ, ഞങ്ങളങ്ങോട്ട് നോക്കുന്നൊന്നുമില്ല. ഇങ്ങനെ പിടിച്ചാൽ മതി. ഇങ്ങനെ 1 മിനിറ്റ് നമുക്കൊന്ന് എക്സസൈസ് ചെയ്ത് നോക്കാം. വെറും 1 മിനിറ്റ്. കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കിയാട്ടെ, ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ ആക്കിയാട്ടെ. ഇതെങ്ങനെ ഞാനീ പിടിച്ച പോലെ തന്നെ. അപ്പം അതിൻ്റെ ഉള്ളിലൊരു സമ്മർദ്ദം കാണുന്നുണ്ട്. ഉണ്ടോ ഇല്ലേ? അതിൻ്റെ ഉള്ളിൽ വെയിറ്റ് ഉണ്ടോ ഇല്ലേ? ഒരു ശക്തി കൂടും. മനസ്സിലായോ? ഇനി അത് ശക്തി കൂട്ടിക്കൊണ്ടേ, കൈ അടിക്കേണ്ട, ശക്തി കൂട്ടിക്കൊണ്ടുവരാം. 1 മിനിറ്റ് ഒന്ന് സ്ട്രോങ് ചെയ്താൽ എത്ര സ്പീഡ് ചെയ്യണം? ഒന്ന് സ്ട്രോങ് ചെയ്തോ. അതിൻ്റെ ഇടയിൽ ആ തിക്നെസ് വരട്ടെ. പോരാ എത്ര ഒന്നും സ്ട്രോങ് പോരാ. നിങ്ങൾ വടകരക്കാരാ, കുറച്ചും കൂടി സ്ട്രോങ് ആവണം. കുറച്ച് സ്ട്രോങ് ചെയ്തോ. 1 മിനിറ്റ് ചെയ്താൽ മതി. 1 മിനിറ്റ് എത്രയെന്ന് അവിടെ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നും ഉപകരിക്കുന്ന ഒരു എക്സസൈസാണ്. കുറച്ചും കൂടി സ്ട്രോങ്. അത് കണ്ട ആ കുട്ടികളൊക്കെ കാണില്ല. അതാണ് കുട്ടികൾ എന്ന് പറഞ്ഞത്. ബാക്ക് ബെഞ്ച് ഒരു സ്റ്റാർ എന്ന് പറഞ്ഞേ. ഒന്ന് സ്ട്രോങ് ചെയ്തോ. കുറച്ചും കൂടി സ്ട്രോങ്ങില്. 1 മിനിറ്റ് ആകുമ്പോൾ ഞാൻ പറയും 1 മിനിറ്റിന് ഇത്ര ദൈർഘ്യം ഉണ്ടോ നിങ്ങൾ ചോദിക്കും. അവസാനത്തെ 1/2 മിനിറ്റാണ്. അവസാനത്തെ 1/2 മിനിറ്റ് ഒന്നും കൂടി സ്ട്രോങ് ആയിക്കോ. പോരാ കുറച്ചും കൂടി സ്ട്രോങ്.
അവസാനത്തെ 15 സെക്കൻഡ്, ലാസ്റ്റ് 15 സെക്കൻഡ്, 15 സെക്കൻഡ്സ് ആണ്. ഒന്ന് സ്ട്രോങ് ചെയ്തോ. ലാസ്റ്റ് 10 സെക്കൻഡ് അമോര സ്പീഡിലൊന്ന് ചെയ്ത് നോക്കിയാട്ടെ. ഇപ്പോഴും 48 തന്നെ നിൽക്കുകയാണ്. 1 മിനിറ്റ് ഇപ്പോഴും ആയിട്ടില്ല. ഇനി മതി, നിർത്തിക്കാളി. സാധുവൊക്കെ ആകെ തളർന്നിക്കണ്. എങ്ങനെയുണ്ട്? ഇത് 1 മിനിറ്റ് എക്സസൈസാണ്. ആകെ എത്ര? 1 മിനിറ്റ്. ഞാനൊരു അഭിപ്രായം പറയണേ, അഭിപ്രായം മാത്രമായിട്ട് എടുത്താൽ മതി. ഡോക്ടേഴ്സ് പറയാറുണ്ട് ഡെയിലി 3/4 മണിക്കൂർ എക്സസൈസ് ചെയ്യണം, 1 മണിക്കൂർ എക്സസൈസ് ചെയ്യണം. ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. ഞാനൊരിക്കലും അത് വിശ്വസിക്കുന്നില്ല. ഡോക്ടേഴ്സിനത് പറയാം, കാരണം നമ്മൾ സാധാരണ നടത്തവും സാധാ ഇരുത്തൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. എന്നാൽ അതിസമർത്ഥരായ എക്സസൈസിൽ മുന്നിട്ട് പോയിട്ടുള്ള ആളുകൾ പറയുന്നത് 5 മിനിറ്റ് ചെയ്താൽ മതി എന്ന്. എത്ര മിനിറ്റ്? പക്ഷെ 5 മിനിറ്റിൽ 1 മിനിറ്റാണ് ഇത്. മനസ്സിലായോ? 1 മിനിറ്റാണ് ഇത്. അങ്ങനത്തെ ഒരു 4 കൂടി അത് ചെയ്താൽ മതി. ഞാൻ മുമ്പൊക്കെ കുറച്ച് അഭ്യാസമൊക്കെ ചെയ്തിരുന്നു, കുൻഫു കളരിയൊക്കെ. അതുകൊണ്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങളോട് എന്ന് വെച്ചാൽ 5 മിനിറ്റ് എക്സസൈസ് ചെയ്താൽ മതി മനുഷ്യൻ. കാരണം ഈ സമയമില്ലാത്ത സമയത്ത് നമ്മൾ 1 മണിക്കൂറൊക്കെ ഓടാൻ പോവുക. ഇവിടെ നടക്കണ കാര്യം അപ്പോൾ അത് ചിലർക്കൊക്കെ നടക്കും. എല്ലാവർക്കും നടക്കണ കാര്യം പറഞ്ഞു കൊടുക്കണ്ടേ? എല്ലാവർക്കും നടക്കലാകെ എന്താ? ട്രെയിനിൽ പോവുകയാണെങ്കിലും ട്രെയിനിലുള്ള ആൾക്കാരോട് പറയാം, ഞാൻ ഡെയിലി ഒരു 5 എക്സസൈസ് ചെയ്യലുണ്ട്, അത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ കണ്ടോ പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് ട്രെയിനിൽ ഇരുന്നിട്ടും ആക്കത്. അല്ലാതെ ഓടണമെങ്കിൽ എത്ര സ്ഥലം വേണം, നടക്കണമെങ്കിൽ എത്ര സ്ഥലം വേണം, ഇതൊന്നും വേണ്ട. ലോകത്തിൽ എവിടെ പോയാലും ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ചില തളർച്ചകൾ വരുമ്പോൾ ഇപ്പം ചെയ്ത എക്സസൈസ് ചെയ്താൽ മതി. കേൾക്കണ്ടോ പറഞ്ഞേ? ഇപ്പം കയ്യാകെ കടഞ്ഞോ സാറേ എന്ന് അത് നിങ്ങൾ സ്ലോ ചെയ്താൽ മതി. ഇപ്പം ഞങ്ങൾ കൊണ്ട് 1 മിനിറ്റ് ഒന്ന് സ്ട്രോങ് ചെയ്യിപ്പിച്ചതാണ്. സ്ലോ ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സൊന്ന് ഫ്രഷ് ആവും. ഇതിങ്ങനെ ഒന്ന് കൈ പിടിച്ചാട്ടെ, ഇങ്ങനെ കൈ പിടിക്കും. അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. ഈ തളർച്ചയിൽ ചെയ്യണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓർമ്മിപ്പിക്കണം എന്നുള്ളൂ കേട്ടോ. 2ാമത്തെ എക്സസൈസ് ഇതിൽ പെട്ട 2ാമത്തത്. നമ്മൾ ഈ 2 ചെയ്താലും മതി. വലിയ ആൾക്കാർ, കുട്ടികൾ കുറച്ച് കൂടുതൽ ചെയ്യണം. അതാ ശ്രദ്ധിച്ചോ. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ തളർച്ച വരുമ്പോൾ ഇത്തരം എക്സസൈസുകൾ ചെയ്താൽ പിന്നെ തളർച്ച പോകും, എനർജി ഒന്ന് കൂടും. പിന്നെ നടക്കുക, വെള്ളം കുടിക്കുക, എന്നിട്ട് ഇത് മനസ്സിൽ കേട്ടുക. അങ്ങനെ നിങ്ങളിപ്പോൾ സംശയമുണ്ട്, നിങ്ങൾ പഠിക്കുന്നത് തലയ്ക്ക് കയറുന്നില്ല, മൊബൈൽ ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ, വീട്ടിൽ ഫോൺ ഉണ്ടല്ലോ, വേഗം വിളിക്കുക. എടാ ഈ സ്റ്റെപ്പ് എങ്ങനെയാണ്, ആ സ്റ്റെപ്പ് എങ്ങനെയാണ്? ഫോണ് വിളിച്ചിട്ട് തൻ്റെ കൂട്ടുകാരോട് ഈ കാര്യം ചോദിക്കണം. അതിനപ്പോൾ ഫോൺ ഉപയോഗിക്കണ്ടേ? എല്ലാ വാട്സപ്പും എല്ലാ കുന്തം ഓഫാക്കി അവിടെ വെക്കുക. അല്ലാതെ വാട്സാപ്പിലാക്കിയിട്ട് ആ പ്രോബ്ലം എങ്ങനെ ചെയ്യുക? എന്നിട്ട് അവൻ അരമണിക്കൂർ മെനക്കെട്ട് നമുക്ക് പ്രോബ്ലം ചെയ്ത് തരണം. അത് പറ്റൂല. ഈ സ്റ്റെപ്പ് ഇവിടെ സ്റ്റക്കായിപ്പോയി, അതുകൊണ്ട് ഇതെന്താ ചെയ്യേണ്ടത്? എടാ A+ എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടാൽ മതി, അത് ഇങ്ങോട്ട് ഇട്ടാൽ മതി, അതിൻ്റെ കൂടെ 2 കൂടി കൂട്ടി അതാക്കും. ഈ മുകളിൽ 2 കാണുന്നില്ലേ? അവൻ 1 മിനിറ്റ് കൊണ്ട് ആൻസർ പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് ആൻസർ. ഇപ്പോഴാണ് മൊബൈൽ കൂടുതൽ നിങ്ങൾ വിളിക്കണ്ടേ. കാരണം ഇതെങ്ങനെ നടത്തുക, അതെങ്ങനെ നടത്തുക, എടാ ഗ്രാമറിൻ്റെ പാട്ട് എനിക്ക് തിരിഞ്ഞില്ല, അതെങ്ങനെയാണ് എന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ധാരാളമായിട്ട് വിളിക്കുകയും. അപ്പോൾ ബേജാറാവരുത്, അവനൊക്കെ പഠിച്ചിട്ടുണ്ട് പണ്ടാരം, ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. നിങ്ങൾ വിളിക്കേണ്ടത് വ്യത്യസ്തരായ ആൾക്കാർക്കാണ്. എന്നിട്ട് മനസ്സിൽ കരുതുക, അവൻ പഠിച്ചത് വേറെയാണ്, ഇവൻ പഠിച്ചത് വേറെയാണ്, ഞാൻ പഠിച്ചതും വേറെയാണ്, അതുകൊണ്ട് എല്ലാവരും ഒരേപോലെ തന്നെയാണ് ഇപ്പോൾ എന്നാണ് മനസ്സുകൊണ്ട് സമാധാനിക്കുകയും ചെയ്യുക. എന്നിട്ട് അതിശക്തമായി പഠിത്തത്തിൽ മുന്നേറാൻ ശ്രമിക്കുക. അങ്ങനെ പഠിച്ചാൽ ഞാൻ പറയുന്നു, വോയിസ് ഓഫ് ഓർക്കാട്രി ഇന്ന് നടത്തിയ ഈ പ്രോഗ്രാമിലൂടെ എന്തായാലും കൃത്യമായ പഠനം നിലനിർത്തി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റും, ഉയർന്ന മാർക്കോടെ. അതുകൊണ്ട് ആദ്യം ഇവിടെ ഇപ്പോൾ ഈ പ്രാവശ്യം പരീക്ഷ എഴുതുന്ന 10th +1 +2 ഡിഗ്രിയും PGയും എല്ലാവരും ഈ പ്രാവശ്യം ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ, അതോടൊപ്പം SSLC +2കാരാണെങ്കിൽ A1 A+ എങ്ങനെങ്കിലും എടുക്കാൻ ഞങ്ങൾ നോക്കും സാറേ എന്നർത്ഥത്തിൽ ഈ വോയിസ് ഓഫ് ഓർക്കാട്രിക്ക് വേണ്ടി എല്ലാ വിദ്യാർത്ഥികളും സ്പീഡിലൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഈ രീതിയിൽ പഠിച്ചിട്ട് ഞങ്ങളൊന്ന് ഉഷാറാക്കും എന്ന്. ഒന്ന് സ്പീഡിൽ എഴുന്നേറ്റ് നിന്നോ. എല്ലാവരും അല്ല, വിദ്യാർത്ഥികൾ മാത്രം. ഡിഗ്രിക്കാർ, PGക്കാർ, +1കാർ, SSLCക്കാർ ആർ റെഡി ഫോർ ദാറ്റ്. മൊത്തം എഴുന്നേറ്റുന്നോ. ആരൊക്കെ എഴുന്നേറ്റുന്നേ? മൊത്തം ഒന്നും കൂടി എഴുന്നേറ്റ് നിന്നാട്ടെ. ഇതുവരെ നിന്നവരൊക്കെ നിന്നാട്ടെ. റെഡിയല്ലേ? നന്നായിട്ട് പഠിക്കൂലേന്ന് ഉറപ്പല്ലേ? ശരി, സിറ്റ് ഡൗൺ പ്ലീസ്. ഇതാർക്ക് വേണ്ടിയാ പറഞ്ഞേ? നിങ്ങൾക്ക് വേണ്ടിയാട്ടോ, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞാനും പഠിക്കുന്നുണ്ട്, എനിക്ക് ഈ പ്രാവശ്യം പരീക്ഷയുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. ഞാനൊരു വിദ്യാർത്ഥി തന്നെയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവുക. റൈറ്റ്. പരീക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ട് റിട്ടേൺ എക്സാം അല്ല, കുറേ സാധനം തയ്യാറാക്കാണ്ട് കാലിഫോർണിയൻ്റെ ഒരു PhD കൂടി ചെയ്യേണ്ട, അതിൻ്റെ ഒരു മൂലാമാലയിലാണ് നമ്മളുള്ളത്. അപ്പോൾ അത് കുറേ വായിക്കാണ്ട്, അതിനൊക്കെ മെത്തേഡ് ഞങ്ങളോട് പറഞ്ഞേ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ശക്തമായി അതിനെ നമുക്ക് പതിപ്പിക്കാൻ പറ്റണം. നമ്പർ 2 ഇത്രയൊക്കെ പഠിച്ചു പോയാലും വാല്യൂസും എത്തിക്സും ഇല്ലെങ്കിൽ എന്താ കാര്യം? ഇനി
പറഞ്ഞത് കുറച്ചും കൂടി ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ തൊട്ടടുക്കിന് ഇവിടെ മകളും ഉമ്മയും ഒന്നിച്ചിരിക്കുന്ന, അമ്മയും മകളും കൂടി ഒന്നിച്ചിരിക്കുന്നവരൊന്ന് എഴുന്നേറ്റാട്ടെ. എഴുന്നേറ്റോളി. മോളും ഉമ്മയും അടുത്ത് തന്നെയാണ് ഇരിക്കണത്, അല്ലെങ്കിൽ അമ്മയും മോളും അടുത്ത് തന്നെ ഇരിക്കണത്. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റാട്ടെ. ആ മക്കളും കൂടെ എഴുന്നേറ്റോ. ഉമ്മാർ എഴുന്നേറ്റ കൂട്ടത്തിൽ ആ മക്കളും എഴുന്നേറ്റോ. വേറുള്ളിടത്തൊക്കെ കുട്ടികളും എടുത്തോളൂ, രക്ഷിതാക്കളും എടുത്തുള്ളൂ എന്നാണ് തോന്നണത്. കുഴപ്പമില്ല, നിങ്ങളോട് ആദ്യം അങ്ങനെ ഇരിക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇരുന്നോ, മക്കളിരുന്നോ, ഉമ്മാരിരിക്കും. നിങ്ങൾ അടുത്തിരിക്കുന്ന ഉപ്പമാർ അല്ലെങ്കിൽ ഉമ്മമാർ, അല്ലെങ്കിൽ ഇപ്പോൾ ഗൾഫിൽ നിന്നത് കാണുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാർ, ഉപ്പമാർ, ഉമ്മമാർ, അമ്മമാർ, അച്ഛന്മാരൊക്കെ, അവർക്ക് എന്ത് സമ്മാനം നിങ്ങൾ കൊടുക്കുക ഈ വർഷം? ചില കുട്ടികൾ കൊടുക്കുന്ന സമ്മാനം ഞാൻ പറഞ്ഞുതരാം. നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ട് സന്തോഷ കണ്ണീര് പുറപ്പെടുവിക്കും. അത് നിങ്ങൾക്ക് പറ്റിയ വർഷമാണ് 10th. അത് നിങ്ങൾക്ക് അതിനേക്കാൾ പറ്റിയ വർഷമാണ് +2. ഈ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിയിട്ട് ആ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ കോപ്പി, കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടിയ കോപ്പി ഉമ്മാക്കണ്ണ് നീട്ടുമ്പോൾ ഉമ്മൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ട് A+ കാണരുത്. അല്ലാതെ നിങ്ങൾക്ക് A+ ഇല്ലായിട്ട് A+ കാണാതിരിക്കരുത്. ഉമ്മൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ട് A+ എഴുതിയത് കാണരുത്. അത്ര സുന്ദരമായി മാതാവ് ഉമ്മ കണ്ണുകൾ നിറയണം. കാരണം ഒരുപാട് നാളായിട്ടുള്ള നമ്മുടെ ഉമ്മയുടെ, നമ്മുടെ ഉപ്പയുടെ, ഗൾഫിലുണ്ടാവും നിങ്ങളെ ഉപ്പാരോ ആരെങ്കിലുമൊക്കെ, കൂടുതൽ അതായിരിക്കാനാണ് സാധ്യത. ഇവിടെയൊക്കെ ഗൾഫ് കമ്മ്യൂണിറ്റിയാണല്ലോ. അവിടെ ഇങ്ങനെ ഒരു ഫ്ലാറ്റിൽ തന്നെ എറണാകുളത്തുകാരനുണ്ടാവും, കോട്ടയത്തുകാരനുണ്ടാവും, കൊല്ലത്തുകാരനുണ്ടാവും, തിരുവനന്തപുരത്തുകാരുണ്ടാവും, നിങ്ങൾ ഈ കോഴിക്കോട്ടിലെ ഈ പ്രദേശത്തുകാർ, ഓർക്കാട്ടിരിക്കാരുണ്ടാവും. അങ്ങനെ എന്നിട്ട് എക്സാമിൻ്റെ റിസൾട്ടെല്ലാം ഒരു ദിവസം തന്നെയല്ലേ വരിക, ഫുൾ ചർച്ചയാവും. അപ്പോൾ ഒരാൾ കൊണ്ടുവരും, ഇത് ഗൾഫിലെ നിത്യക്കാഴ്ചയാണേ, നല്ല ലഡു വാങ്ങിയിട്ട് ഫ്ലാറ്റിലേക്ക്. എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ മോനെന്ന് എല്ലാറ്റിലും ഫസ്റ്റ് ക്ലാസ് കിട്ടി, എല്ലാറ്റിലും എവണ്ണാണ്, അതുകൊണ്ട് ലഡു വിതരണം അബുദാബി സിറ്റിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ, അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ ലഡു വിതരണമാണ്. അതോടൊപ്പം കുറച്ച് കഴിഞ്ഞാൽ എറണാകുളത്തെ ഒരു ഉദാഹരണം പറയാം, പാരൻ്റ് വരും, എൻ്റെ വകയുണ്ട് ലഡു കേട്ടോ, എൻ്റെ മോൾക്കിതാ എല്ലാറ്റിലും A+ ആ സമയത്ത് നമ്മുടെ സ്വന്തം പിതാവ് അപ്പുറത്ത് ഇത് വാങ്ങിക്കൊണ്ട് കഴിക്കുന്നുണ്ടാവും, പാവം പലർക്കും ഇത് പൊതിഞ്ഞു കൊടുക്കുന്നുണ്ടാവും, പക്ഷെ മനസ്സ് കരയുന്നുണ്ടാകും. ഇതുപോലെ ഇന്ന് ലഡു വിതരണം ഞാനും നടത്തേണ്ടതായിരുന്നല്ലോ, 12 വർഷമായി എൻ്റെ കുട്ടിയെക്കുറിച്ചുള്ള സങ്കല്പം അവൻ തീർത്ത് കളഞ്ഞല്ലോ എന്ന സങ്കടത്തോടെ. ഇപ്പോൾ അവിടെ കുറച്ച് തണുപ്പാണ്, ആ സമയത്ത് തണുപ്പിലും ഇതൊക്കെ എടുത്തു കൊടുത്ത് മനസ്സുകൊണ്ട് കരയുന്ന പിതാക്കന്മാർ, മനസ്സുകൊണ്ട് കരയുന്ന മാതാക്കൾ ഇന്നുമുണ്ടാകും. അതുണ്ടാക്കാൻ പാടില്ല. നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, നമ്മളെ പിതാക്കളൊക്കെ നമ്മൾ ഉയർന്നു പോകുന്നത് സ്വപ്നം കാണുന്നവരാണ്. ഞാൻ എൻ്റെ കഥ പറഞ്ഞെന്ന് വിചാരിക്കേണ്ട. എൻ്റെ ഫാദർ ഒരുപാട് കാലം പ്രവാസിയായിരുന്നു. അങ്ങനെ ഞാൻ ഒരിക്കൽ നമ്മളെ നാടിൻ്റെ തൊട്ടപ്പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലിടയ്ക്ക് ഫാദർ ആദ്യമായിട്ട് കാലങ്ങൾക്ക് ശേഷം എൻ്റെ സാധു കുറേ കൊല്ലമായിട്ട് പ്രവാസിയാണ്, പ്രസംഗം കേൾക്കാൻ വേണ്ടി ബാക്കിൽ വന്നിരുന്നു. ഫാദർ കേൾക്കാൻ വന്നിരിക്കണേ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഉപ്പൻ അങ്ങനെ വിളിച്ചു, ഉപ്പം കൊണ്ട് വരുന്നറിഞ്ഞ് ഈ സംഘാടകരോട് പറയും, നിങ്ങൾ ക്ഷമിക്കണം, അതെൻ്റെ പിതാവാണ്. കാരണം ഉപ്പ് അവിടെ ഇരിക്കുമ്പോൾ എനിക്കിവിടെ നിന്ന് പ്രസംഗിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ റോൾ മോഡലാണ്. ആ സമയത്ത് ഉപ്പ വേണോ വേണ്ട വെച്ചിട്ട് നടന്നു വന്നു. നേരെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ആളുകൾ സംഘാടകരൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കണം, അവിടെ നിങ്ങൾ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സാധു ഇങ്ങനെ വരുമ്പോൾ കണ്ണുകൾ ഒലിക്കുന്നുണ്ട്, എൻ്റെ നേർക്കാഴ്ചയിൽ കണ്ടതാണ്. റൈറ്റ്. കാരണം അതൊരു സ്വപ്നമാണ്, ഒരു പിതാവിൻ്റെ സ്വപ്നമാണ്. മക്കൾ എവിടെയെങ്കിലുമൊക്കെ എത്തുന്നത് കാണുമ്പോൾ അവരുടെ ആദരം പിടിച്ചു പറ്റുക എന്നതൊരു പിതാവിന് അർഹിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മാതാപിതാക്കളോട് ആ ഒരു രീതിയിൽ, ഞാൻ ഉയർന്നു എന്ന് പറയല്ല, കൊച്ചുവായിട്ടെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ പ്രാർത്ഥനകളല്ലേ, അവർക്കല്ലേ ഈ സമ്മാനം നമ്മൾ കൊടുക്കണ്ടേ? നമ്മുടെ ഫ്രണ്ട്സിനാണോ കൊടുക്കണ്ടേ? ഫ്രണ്ട്സിന് നിങ്ങൾ കൊടുത്തോ, കൊടുക്കണ്ടെന്നല്ല, പക്ഷെ ആദ്യം കൊടുക്കേണ്ടത് ഈ പാവം മനുഷ്യനാണ്. 2003 എൻട്രൻസിൽ 1ാം റാങ്ക് കിട്ടിയപ്പോൾ അശ്വിൻ കുമാറിനോട് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മനസ്സെന്ന കഥാപാത്രം മാഞ്ഞു പോകുന്നില്ല. അശ്വിൻ കുമാർ അന്ന് പറഞ്ഞൊരു മറുപടിയുണ്ട്. പത്രക്കാർ ചോദിക്കുകയാണ്, മോനെ ഈ സമ്മാനം നീ ആർക്കാ കൊടുക്കുക? നിനക്ക് 1ാം റാങ്ക് കിട്ടിയില്ലേ? 1.25 ലക്ഷം കുട്ടികളെ പിന്നിലാക്കിയിട്ട് കേരള എൻട്രൻസിൻ്റെ മെഡിക്കൽ എൻട്രൻസിൽ 1ാം റാങ്ക് കിട്ടിയിരിക്കാൻ, മോനെ ഈ സമ്മാനം നീ ആർക്കാ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ 2003, 2004, 2005 ആ വർഷത്തിൽ എവിടെയാണ്? ആ സമയത്ത് ആ കുട്ടി പറഞ്ഞത് എൻ്റെ അമ്മക്ക്. ഉടനെ തന്നെ പത്രക്കാർ ചോദിച്ചു, ഈസ് യുവർ മദർ എ ഡോക്ടർ? നിൻ്റെ അമ്മ ഡോക്ടറാണോ എന്ന്. അല്ല, വീട്ടിൽ നിന്ന് തിരിയുന്നൊരു പാവം സ്ത്രീ, പാത്രങ്ങൾ കഴുകിയും ഭക്ഷണം വെച്ചും എൻ്റെ പഠനത്തിനെ, എൻ്റെ വിജയത്തിനെ കാത്തിരിക്കുന്നൊരു പാവം സ്ത്രീയാണ്.
ഉടനെ തന്നെ പിന്നെയും പത്രക്കാർ ചോദിക്കുക, പിന്നെന്താ മോനെ നീ അമ്മക്കത് കൊടുക്കുന്നേ? നിന്നെ പഠിപ്പിച്ച സെൻറ്റ് ജോസഫ് സ്കൂളില്ലേ, നിനക്ക് ട്രെയിനിങ് തന്നിട്ടുള്ള പല പല ആൾക്കാരില്ലേ എന്ന് ഇവർ സെൻസേഷനിലാക്കാൻ വേണ്ടിയാണ് ചോദിക്കണേ. ആ കുട്ടി കൂടുതൽ സെൻസേഷനിലാവുകയാണ്. ആ കുട്ടി വാശിയോടെ പറയാണ്, എൻ്റെ അമ്മക്ക് എന്ന് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അമ്മക്ക്, വേറൊരാൾക്കും ഞാൻ ഈ സമ്മാനം കൊടുക്കില്ല. എന്നിട്ട് അവൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇതായിരിക്കണം നമ്മുടെ മക്കൾ നമ്മളെക്കുറിച്ച് പറയേണ്ടത്. അവിടെ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. എൻ്റെ അമ്മക്ക് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തിനാ മോനെ അമ്മയ്ക്ക് ഈ സമ്മാനം കൊടുക്കുന്നത് എന്ന ചോദ്യത്തിന് അവൻ പടുത്ത മറുപടി എന്താണെന്നറിയോ? രാത്രി 2 മണിക്ക് എഴുന്നേറ്റിട്ട് കട്ടൻ ചായ കാച്ചിയിട്ട്, രാത്രി 2 മണിക്ക് എഴുന്നേറ്റിട്ട് കട്ടൻ ചായ കാച്ചിയിട്ട് പഠിക്കാനിരിക്കുന്ന എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് എൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് കാത്തിരിക്കുന്ന എൻ്റെ അമ്മക്ക് എൻ്റെ 1 റാങ്ക്. എൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് കാത്തിരിക്കുന്ന എൻ്റെ അമ്മക്ക് എൻ്റെ 1 റാങ്ക്. ഇവിടെ രക്ഷിതാക്കളായ നമ്മളും ചിന്തിക്കണം. നമ്മുടെ കുട്ടികൾ പഠിക്കാനിരിക്കുമ്പോൾ രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് കട്ടൻ ചായ കാച്ചാൻ ചിലപ്പോൾ നമുക്ക് പറ്റും. പക്ഷെ ആ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തേക്കണം. നമ്മളെ സന്തോഷിപ്പിക്കാൻ, നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ ആ പാവങ്ങൾ അഹോരാത്രം അവിശ്രാന്തം അനുസ്യൂതം പാടുപെടുകയാണ്. അപ്പം അവരെ ആശ്വസിപ്പിക്കേണ്ടുന്ന ഉത്തരവാദിത്വം, അവരെ ചുംബിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കാണ്. പരീക്ഷയ്ക്ക് പോകുന്ന ആ ദിവസം പോലും ഉമ്മാൻ്റെ മഫ്തയുടെ അല്ലെങ്കിൽ അമ്മ എൻ്റെ പേന എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടാവും, അവിടെ പോയി എടുത്തോ, എനിക്കത് നോക്കല പണി എന്ന് പരീക്ഷൻ്റെ ദിവസം പോലും ഇങ്ങനെ കിറാമുട്ടി സംസാരിക്കുന്നവരാണ് നമ്മൾ രക്ഷിതാക്കൾ. ആ ഒരൊറ്റ ഡയലോഗ് മതി അന്നത്തെ പരീക്ഷ കൊളാക്കാൻ. കാരണം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുറച്ച് സെൻസേഷനലാണ്. ഏത് തള്ളക്കും വേണ്ടി, അങ്ങനെ തള്ളാന്നല്ല അമ്മമാരൊക്കെ വിളിക്കപ്പോൾ, തള്ളക്കും വേണ്ടിയാണോ ഞാനീ പഠിക്കണത്? സ്നേഹമാണെങ്കിൽ അങ്ങേയറ്റത്തെ സ്നേഹം, ദേഷ്യമാണെങ്കിൽ അങ്ങേയറ്റത്തെ ദേഷ്യം. ഇതാ നമ്മളെ കുട്ടിയൊക്കെ പിള്ളേ. അപ്പോൾ ഈ കുട്ടികൾ അങ്ങനെ അണിയിച്ചൊരുക്കി പറഞ്ഞേക്കണതിന് പകരം ഭക്ഷണം കൊടുത്തൊക്കെ പറഞ്ഞയച്ചോ. പക്ഷേ പോകുമ്പോൾ മോനെ നന്നായിട്ട് എഴുതണം കേട്ടോ, ഞാൻ പ്രാർത്ഥിക്കാം. എന്ത് രസം ഉണ്ടാവുക പറച്ചിൽ. മോനെ നീ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഇരുന്ന് അവിടെ എഴുതിക്കോ. അപ്പോൾ ഇവിടെ ഉമ്മക്ക് പണി എന്താണെന്നറിയോ, അല്ലെങ്കിൽ അമ്മക്ക് പണി എന്താണെന്നറിയോ? ഞാൻ പ്രാർത്ഥിച്ചോളാം. എന്നിട്ട് ആ സാധു അവിടെ 10 മണിക്ക് എക്സാം തുടങ്ങി, 11 മണിക്ക് പോയിട്ട് ഉമ്മ ഉതു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അമ്മച്ചി പ്രാർത്ഥനയിലേക്ക് മുഴുകുകയാണ്. അങ്ങനെ ഇരുന്നിട്ട് എൻ്റെ മോനിപ്പോൾ എഴുതിയിരിക്കും, ദൈവമേ നീ കാക്കണേ. എന്ത് രസമായിരിക്കും അത്, ആ ഒരു ടച്ചിങ്. ഇതൊന്നുമില്ല. കുട്ടീൻ്റെ പരീക്ഷ കഴിഞ്ഞ് വരുന്നതും അറിയണില്ല, പോണതും അറിയണില്ല, ഏതിനാ പഠിക്കണമെന്നും അറിയണില്ല. അങ്ങനെയല്ല, ഒരു വല്ലാത്തൊരു പാരൻറ്റിങ് അതിൻ്റെ ഇടയിൽ നടക്കണം, ഒരു പോസിറ്റീവ് പാരൻറ്റിങ്. എന്നിട്ട് ഈ സമൂഹത്തിലേക്ക് നമ്മുടെ കുട്ടികൾ ഇറങ്ങട്ടെ, നമ്മുടെ കുട്ടികൾ ഇറങ്ങട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിനെ അങ്ങേയറ്റത്തെ ശ്രദ്ധയോടെ നമ്മുടെ കുട്ടികൾ ഒന്ന് സ്റ്റേണായിട്ട് ഇരുന്നാട്ടെ, ഇനി എഴുന്നേൽക്കണ്ട, ഒന്ന് സ്റ്റേണായിട്ടിരിക്കും. നമ്മുടെ കുട്ടികൾ ഇറങ്ങട്ടെ നമ്മുടെ സമൂഹത്തിലേക്ക്. എന്തായിട്ട് ഇറങ്ങണം എന്നറിയോ? നമ്മുടെ കുട്ടികൾ ഇറങ്ങേണ്ടത് നല്ല ഡോക്ടേഴ്സായിട്ടാണ്, നല്ല എൻജിനീയേഴ്സായിട്ടാണ്. എൻ്റെ കുട്ടികളെ ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ കോഴ്സുകളുടെ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ചിട്ടില്ല. ഒരു പാറ്റേൺ എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ പത്രങ്ങൾക്കൊക്കെ പരിപാടിക്ക് പോകുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കോഴ്സുകളെക്കുറിച്ച് 1000 കോഴ്സുകളെക്കുറിച്ച് പറയാനുണ്ട്, ടെസ്റ്റുകളെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കാം. എന്നാലും ചുരുങ്ങിയ വൈദ്യുതി പറയാൻ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കേണ്ടത് നിങ്ങളുടെ കഴിവിനെ അളന്നുകൊണ്ടാണ്. അതിന് നിങ്ങൾ 3 ടെസ്റ്റുകൾ നടത്തണം. ഒന്ന് ഡാറ്റ്, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, മറ്റൊന്ന് MIT മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ്, മറ്റൊന്ന് പേഴ്സണൽ അനാലിസിസ് ടെസ്റ്റ്, PAT എന്ന് പറയും, പേഴ്സണാലിറ്റി അനാലിസിസ് ടെസ്റ്റ്. ഇത് 3ഉം ചെയ്താലാണ് നമ്മൾ ഏതിലൊക്കെയാണ് കയറിപ്പോകാന്ന് ശരിക്കും മനസ്സിലാകൂ. ചിലരൊക്കെ ആപ്റ്റിറ്റ്യൂഡ് മാത്രം നടത്തും, അഭിരുചി മനസ്സിലാക്കാനാ, ഏതാ പഠിക്കേണ്ടത് മനസ്സിലാവും. പക്ഷേ ഇൻ്റലിജൻസ്, നമ്മുടെ ബുദ്ധിശക്തിയെ ഏറ്റവും കൂടുതൽ ഇമോഷണലി ഉപയോഗിക്കാൻ പറ്റുന്ന ഏരിയ ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. കാരണം എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും എല്ലാറ്റിലും A+ ഉണ്ടാവും. പക്ഷെ ഒന്നിലെ ഇൻ്റലിജൻസ് അവളുടേത് ഉപയോഗിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അവൻ്റെത് ഉപയോഗിക്കുന്നുള്ളൂ. ഉദാഹരണത്തിന് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ആണെങ്കിൽ മാത്സ് വഴി അവനെ പറഞ്ഞു വിടണ്ടേ. ബയോളജിയാണ് അവളുടെ ഇൻ്റലിജൻസ് എങ്കിൽ